പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്നത്തെ ഈ ലക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ലക്കത്തിൻ്റെ തുടർച്ചയായിക്കൊണ്ട് സ്റ്റാഫിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ, പ്രോസസ്സുകൾ നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ ഡിസ്കസ് ചെയ്തു. ഇനി അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് എലമെൻറ്റ്സ് ഓർ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്, അതായത് സ്റ്റാഫിങ്ങിലെ സംഗതികൾ അല്ലെങ്കിൽ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് 3 എലമെൻറ്റ്സുകളാണ് അല്ലെങ്കിൽ 3 ആസ്പെക്റ്റുകളാണ് സ്റ്റാഫിങ്ങിനുള്ളത്: റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്. റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, എലമെൻറ്റ്സ് ഓർ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്ങിൽ ഫസ്റ്റ് വൺ റിക്രൂട്ട്മെൻറ്റ്. ഈ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്പുകൾ ഡിസ്കസ് ചെയ്തപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണിത് റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത്. അവിടെ നമ്മൾ ഈ മീനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ്. അതായത് അനുയോജ്യരായ എംപ്ലോയീസിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ്. ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം, അങ്ങനെ അവരെ കണ്ടെത്തി അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രേരിപ്പിക്കുന്നു ടു അപ്ലൈ ഫോർ ജോബ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മുടെ സ്ഥാപനത്തിൽ ഏത് വേക്കൻസിയിലേക്കാണോ നമ്മൾ അന്വേഷിച്ച് നടന്നത്, ആ വേക്കൻസിയിലേക്ക്, ആ പൊസിഷനിലേക്ക്, ആ ജോലികളിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി അവരെ മോട്ടിവേറ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക എന്നുള്ളതുമാണ്. അപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുക, അവരെ ആ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക, മോട്ടിവേറ്റ് ചെയ്യുക എന്ന പ്രക്രിയയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിസ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് ലൊക്കേറ്റിംഗ് ദ പൊട്ടൻഷ്യൽ കാൻഡിഡേറ്റ്സ്. അതായത് റിക്രൂട്ട്മെൻറ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത് അനുയോജ്യരായ തൊഴിലാളികളെ കണ്ടെത്തുക, അല്ലെങ്കിൽ അവരുടെ ഉറവിടം കണ്ടെത്തുക, ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ള പ്രവൃത്തിയാണ് റിക്രൂട്ട്മെൻറ്റ് എന്നതിൽ ഉൾപ്പെടുന്നത്, ഇൻവോൾവ് ചെയ്യുന്നത്. അടുത്തത് ഇനി റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നാണ്. ദ എസെൻഷ്യൽ ഒബ്ജക്റ്റീവ് ഈസ്, അതായത് റിക്രൂട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ പൂൾ ഓഫ് പ്രോസ്പെക്റ്റീവ് ജോബ് കാൻഡിഡേറ്റ്സ്. അതായത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ രീതിയിലുള്ള അനുയോജ്യരായ തൊഴിലാളികളുടെ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്, അനുയോജ്യരായ തൊഴിലാളികളുടെ ഒരു പൂൾ, ഒരു സാധ്യതാ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത് സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അടുത്തത്, റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്. റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് എന്താണ്? ഒരു പോസിറ്റീവ് പ്രക്രിയയാണ്. അത് പരമാവധി തൊഴിലാളികളെ നമ്മളെന്താണ് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് 100 പേരെ ആവശ്യമുള്ളതെങ്കിലും ഒരു 500ഓളം ആളുകളെ നമ്മളെന്താണ് നമ്മുടെ ആ തസ്തികയിലേക്ക് അപേക്ഷിക്കുവാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യുന്നു. 100 എന്നതിൽ ഒതുക്കാതെ തന്നെ പരമാവധി അപേക്ഷകൾ നമ്മളെന്താണ് ക്ഷണിക്കുന്നു, സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്. ഇനി എ കമ്പനി മേ യൂസ് ഇൻറ്റേർണൽ സോഴ്സ് ഓർ എക്സ്റ്റേണൽ സോഴ്സ് ഓർ ബോത്ത് ടു റിക്രൂട്ട് ദ കാൻഡിഡേറ്റ്സ്. അതായത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായ തൊഴിലാളികളെ, ഇപ്പോൾ ഒരു പോസ്റ്റിലേക്ക് 5 പേരെ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി അവർ സ്ഥാപനത്തിനകത്തു നിന്നും ഇൻറ്റേർണൽ സോഴ്സ്, അല്ലെങ്കിൽ സ്ഥാപനത്തിന് പുറമേ നിന്നും എക്സ്റ്റേണൽ സോഴ്സ്, അല്ലെങ്കിൽ രണ്ടും, ഒരു 3 പേരെ സ്ഥാപനത്തിനകത്തു നിന്നും 2 പേരെ സ്ഥാപനത്തിൻ്റെ പുറത്തു നിന്നും, അങ്ങനെ അത്തരത്തിലുള്ള സോഴ്സുകളും റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി ഒരു സ്ഥാപനം ഡിപ്പെൻഡ് ചെയ്തേക്കാം, ആശ്രയിച്ചേക്കാം, അല്ലെങ്കിൽ അത്തരത്തിലൊരു നടപടി സ്വീകരിച്ചേക്കാം. അതായത് ഒരു സ്ഥാപനത്തിന് ആവശ്യമായ ജോലിക്കാരെ കണ്ടെത്താൻ 2 സോഴ്സുകളാണുള്ളത്, 2 ഉറവിടങ്ങളാണുള്ളത്. ഒന്ന് ഇൻറ്റേർണൽ സോഴ്സും മറ്റൊന്ന് എക്സ്റ്റേണൽ സോഴ്സും. സ്ഥാപനത്തിനകത്ത് തന്നെയുള്ള നിലവിലുള്ള തൊഴിലാളികളിൽ നിന്നും അനുയോജ്യരായവരെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻറ്റേർണൽ സോഴ്സ്, ഇനി സ്ഥാപനത്തിന് പുറമേ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ സോഴ്സ്. ഓക്കെ, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മളെന്താണ് ഇനി വരുന്ന ലക്കങ്ങളിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ എലമെൻറ്റ്സ് ഓർ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ് എന്നതിൽ രണ്ടാമത്തത് സെലക്ഷൻ. അത് നമ്മൾ നേരത്തെ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മളെന്താണ് സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിങ്ങിൽ 3ാമത്തെ റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സെലക്ഷനാണ്. സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ കാൻഡിഡേറ്റ് ടു ഫിൽ ദ വേക്കൻറ്റ് ജോബ് പൊസിഷൻ ഫ്രം എമംഗ് ദ പൂൾ ഓഫ് അപ്ലിക്കൻസ്. അതായത് നമ്മുടെ കയ്യിൽ റിക്രൂട്ട്മെൻറ്റിലൂടെ ലഭ്യമായ ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിളായ, ഏറ്റവും അനുയോജ്യനായ കാൻഡിഡേറ്റ്സിനെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുത്ത് ആ ജോബ് പൊസിഷനിൽ, അതായത് ഉദ്യോഗ സ്ഥാനങ്ങളിൽ നിയമിക്കുന്നതിന് പറയുന്ന പേരാണെന്ത് സെലക്ഷൻ എന്നുള്ളത്. ഇനി പ്രധാനപ്പെട്ട പോയിന്റ്, ഇറ്റ് ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്. ഇതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. ബിക്കോസ് അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആർ റിജക്റ്റഡ്. അനുയോജ്യരല്ലാത്ത, സ്യൂട്ടബിൾ അല്ലാത്ത കാൻഡിഡേറ്റ്സിനെയൊക്കെ റിജക്റ്റ് ചെയ്യുന്നു. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മോർ കാൻഡിഡേറ്റ്സ് ആർ റിജക്റ്റഡ് ദാൻ ഹയേർഡ്, അതായത് ദാൻ സെലക്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാൻഡിഡേറ്റ്സ് എന്താണ് റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്.
അതായത് നമുക്ക് നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ നോക്കാം. നമ്മുടെ സ്ഥാപനത്തിലേക്ക് നമുക്ക് 100 എംപ്ലോയീസിനാണ് ആവശ്യമുള്ളത്. അതിനുവേണ്ടി നമ്മൾ അഡ്വർടൈസ്മെൻ്റ് നടത്തി റിക്രൂട്ട്മെൻ്റ് നടത്തി നമ്മുടെ കയ്യിൽ കിട്ടിയ ലിസ്റ്റ് പൂൾ ഓഫ് കാൻഡിഡേറ്റ്സ് അല്ലെങ്കിൽ സാധ്യതാ ലിസ്റ്റിൽ നമുക്ക് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സിൽ 500 പേരുണ്ട് എങ്കിൽ നമുക്ക് ആവശ്യം 100 പേരാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് സെലക്ഷൻ എന്നുള്ള, അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളതിൽ നമുക്കതാണ് 500 പേരുടെ ലിസ്റ്റ് കിട്ടി. അതിന് സെലക്ഷൻ എന്നുള്ള അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു, 100 പേരെ മാത്രം സെലക്ട് ചെയ്തു, ബാക്കി 400 പേരെയും നമ്മളെന്താണ് ഒഴിവാക്കുകയാണ്. ഓക്കെ, അതാണ്. അപ്പോൾ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെന്താണ് റിജക്റ്റ് ചെയ്യണം, ഒഴിവാക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഇതെന്താണ് കൂടുതലും തള്ളിക്കളി ഒഴിവാക്കുക എന്നുള്ളതായതുകൊണ്ട് ഇറ്റ് ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്. ഈ സെൻറ്റൻസ് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാണ്ട്. എന്തുകൊണ്ടാണ് സെലക്ഷൻ എന്നുള്ളൊരു നെഗറ്റീവ് പ്രോസസ്സാണെന്ന് പറയാൻ കാരണം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പരിചയപ്പെടുമ്പോൾ ഞാനത് നിങ്ങളൊന്നുകൂടെ സൂചിപ്പിക്കാം. ഓക്കെ, റിക്രൂട്ട്മെൻറ്റും സെലക്ഷനുമായി ബന്ധപ്പെട്ട 2 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് പരിചയപ്പെടാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ്. റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളൊരു പോസിറ്റീവ് പ്രക്രിയയാണ്. ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ജസ്റ്റിഫൈ സാധൂകരിക്കുക എന്നുള്ളതാണ്. ഇത് നമുക്ക് എന്താണ് റിക്രൂട്ട്മെൻറ്റ് മീനിങ് ആയത് ഐ സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ്സ്. അത് നമുക്ക് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിനെ, അനുയോജ്യരായ കാൻഡിഡേറ്റ്സിനെ സെർച്ച് ചെയ്യുന്നു. ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദി ജോബ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ ആ ജോലിക്ക്, ആ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെ പരമാവധി മോട്ടിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇതൊരു പോസിറ്റീവ് പ്രോസസ്സാണ്. Then next question: recruitment is regarded as a positive process and selection is a negative process. റിക്രൂട്ട്മെൻറ്റിനെ ഒരു പോസിറ്റീവ് പ്രോസസ്സായിട്ടും സെലക്ഷനെ ഒരു നെഗറ്റീവ് പ്രോസസ്സായിട്ടും പരിഗണിക്കപ്പെടുന്നുണ്ട്. കമൻറ്റ് യുവർ വ്യൂസ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റിക്രൂട്ട്മെൻറ്റ് മീനിങ് എഴുതി വെക്കാം. അവിടെ നമ്മൾ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസിനെ കണ്ടെത്തുന്നുണ്ട്, അവരെ സെർച്ച് ചെയ്യുന്നുണ്ട്, എന്നിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അപ്ലൈ ചെയ്യാൻ. അതുകൊണ്ട് അത് പോസിറ്റീവ് പ്രോസസ്സാണ്. ഇനി നെഗറ്റീവ് പ്രോസസ്സാണെന്ന് പറയാൻ കാരണം നമ്മൾ ഇപ്പം തൊട്ടുമുമ്പ് പറഞ്ഞു, അവിടെ എന്താണ് മോർ കാൻഡിഡേറ്റ്സ് ആർ റിജക്റ്റഡ് ദാൻ ഹയർഡ് ഓർ സെലക്റ്റഡ്, അല്ലെങ്കിൽ അൺസ്യൂട്ടബിൾ കാൻഡിഡേറ്റ്സ് ആർ റിജക്റ്റഡ്. അതായത് അനുയോജ്യരല്ലാത്ത എംപ്ലോയീസിനെ, കാൻഡിഡേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിജക്റ്റ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു, റിജക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അത് നെഗറ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, അടുത്ത് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിങ്ങിൻ്റെ സംഗതികൾ എലമെൻറ്റ്സിൽ മൂന്നാമത്തത് ട്രെയിനിങ്, അതായത് പരിശീലനം. ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിംഗ് നോളജ് ആൻഡ് സ്കിൽ ഫോർ പെർഫോമിങ് എ പർട്ടിക്കുലർ ജോബ്. അതായത് ട്രെയിനിങ് എന്നുള്ളത് ഒരു പ്രത്യേക ജോലി നിർവഹിക്കുന്നതിനാവശ്യമായ, പെർഫോം ചെയ്യുന്നതിനാവശ്യമായ അറിവും കഴിവും ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് ലഭ്യമാക്കുക, നൽകുക. ആ പ്രക്രിയക്ക് പറയുന്ന പേരാണെന്ത്, ട്രെയിനിങ്, പരിശീലനം എന്നുള്ളത്. ഇതും നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ സ്റ്റെപ്സ് ഇൻ സ്റ്റാഫിങ്ങിലെ സ്റ്റെപ്പുകൾ എന്നുള്ളതിൽ 5ാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നോക്കാം. ഇറ്റ് എൻഹാൻസസ് എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ലീഡിങ് ടു ഹയർ പ്രോഫിറ്റ്സ്. ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് എൻഹാൻസസ്, ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നു, എൻഹാൻസ് ചെയ്യുന്നു എംപ്ലോയീസ് പ്രൊഡക്ടിവിറ്റി, തൊഴിലാളികളുടെ ഉൽപ്പാദനക്ഷമത. ബോത്ത് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി, അളവിലും ഗുണത്തിലും എന്താണ്, തൊഴിലാളികളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നുണ്ട്, ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, എഫിഷ്യൻസി വർദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി ഇറ്റ് ലീഡ്സ് ടു ഹയർ പ്രോഫിറ്റ്സ്. അവസാനം ഇത് ലാസ്റ്റ് സ്ഥാപനത്തിൻ്റെ ഹയർ പ്രോഫിറ്റിലേക്ക് കൊണ്ടെത്തിക്കുന്നു, സ്ഥാപനത്തെ ലാഭത്തിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എലമെൻറ്റ്സ് ഓർ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ് എന്നതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചുരുക്കത്തിൽ ഇത്രയാണ് ആസ്പെക്ട്സ് ഓർ എലമെൻറ്റ്സ് ഓഫ് സ്റ്റാഫിംഗ് എന്ന 3 കാര്യങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, ട്രെയിനിങ്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് വിശദമായി പഠിച്ചു കഴിഞ്ഞു, സെലക്ഷൻ എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, ട്രെയിനിങ് പഠിച്ചു കഴിഞ്ഞു. റിക്രൂട്ട്മെൻറ്റ് സെലക്ഷനും നമ്മുടെ വ്യത്യാസം നമുക്ക് എന്താണ് ഇതിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആദ്യം അതിൻ്റെ 2ൻ്റെ മീനിങ് കൊടുക്കുക. പിന്നെ ഒന്ന് പോസിറ്റീവ് പ്രോസസ്സാണ്, മറ്റേത് നെഗറ്റീവ് പ്രോസസ്സാണ്. പിന്നെ മറ്റൊന്ന് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, എന്തുകൊണ്ടാണ് സെലക്ഷൻ എന്നുള്ളത് നെഗറ്റീവ് പ്രോസസ്സാണെന്ന് അറിയപ്പെടുന്നത്, അതിനുള്ള കാരണം എന്ത്, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ സോഴ്സുകൾ, അതിൻ്റെ ഉറവിടങ്ങൾ, നമുക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെ എങ്ങനെയെല്ലാം കണ്ടെത്താം, ഏതെല്ലാം ഉറവിടങ്ങളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും എന്നുള്ളത്. സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ലക്കത്തിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആ ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.